the Lord. ഇന്നത്തെ നമ്മുടെ ലെസൺ ആണ് ലെസൺ 15. ദൈവത്തെ ഭയപ്പെടുന്ന ദാവീദ്. ഡേവിഡ് ഹു ഫിയർഡ് ഗോഡ്. ലാസ്റ്റ് ലെസൺ 14, ഡേവിഡ് ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് സാമുവേൽ 16, 17, 18, 19, 20, 21, 22, 23, 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ ദാവീദിന്റെ ചരിത്രത്തിലുള്ള സ്ഥാനം എന്താണ്, ദാവീദിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനായിരുന്നു, ദാവീദ് ഇസ്രായേലിൽ എങ്ങനെ പ്രസിദ്ധനായത്, ഗോലിയാത്തിനെ കൊന്നത്, പിന്നെ ദാവീദിന്റെ ബെസ്റ്റ് ഫ്രണ്ട് യോനാഥാൻ, പിന്നെ തൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ടുള്ള ശൗൽ എങ്ങനാണ് ദാവീദിനെ ഓടിച്ചു വിട്ടുകൊണ്ടിരുന്നത്, അങ്ങനെ ദാവീദ് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് വേറൊരു രാജാവിൻ്റെ രാജ്യത്ത് ചെന്ന് പാർത്തത്, അത് കഴിഞ്ഞിട്ട് അതുല്ലാം ഗുഹയിൽ ചെന്ന് പാർത്ത് അവസാനം എൻഗതിയിൽ എത്തിയ ശൗല് ദാവീദിനെ തേടി എൻഗതിയിൽ എത്തി അവിടെ കിടന്നുറങ്ങിയപ്പോൾ ദാവീദ് അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് പറ്റുമെങ്കിലും ശൗലിനെ കൊല്ലാതെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തുമ്പ് മാത്രം മുറിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീർന്ന്. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് First Samuel chapter 22, 23, 24, 25, 26, 27, 29, 30 തുടങ്ങിയ അധ്യായങ്ങളിൽ നിന്നുള്ള പോർഷൻസ് ആണ്. ദാവീദ്, നാബാൽ, അബീഗേൽ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ വീണ്ടും ശൗലിന് ദാവീദ് മാപ്പ് നൽകുന്നത് പഠിക്കും. ദാവീദ് വീണ്ടും ഫെലിസ്ത്യ ദേശത്തേക്ക് പോകുന്നത് പഠിക്കും. ഇതാണ് ഇന്നത്തെ പാഠഭാഗം. അത് നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ദ ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്, വി ഷുഡ് നോട്ട് ടേക്ക് റിവെഞ്ച്, ഇൻസ്റ്റെഡ് ലീവ് ഇറ്റ് ടു ദ God. To be wise in our dealings is pleasing to God and man. അപ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, അവനാണത് നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോടും റിവെഞ്ച് ചെയ്യണ്ട. ദൈവത്തിന് പ്രതികാരത്തിന് നാം ഇടം കൊടുക്കണം. മനുഷ്യർക്കും ദൈവത്തിനും അതാണ് സന്തോഷകരം. നാം നമ്മുടെ സഹോദരന്മാരോട് കൂറുള്ളവരായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മെ സ്നേഹിക്കുകയുള്ളൂ. ദാവീദിൻ്റെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ലക്ഷ്യം. ദാവീദ് രാജാവ് വീണ്ടും ഓടിപ്പോവാണ്. എവിടോട്ടാണ് പോകുന്നത്? ഡേവിഡ് വെന്റ് ആൻഡ് ലിവ്ഡ് ഇൻ ദ വൈൽഡർനെസ് ഓഫ് പാരാൻ. പാരാൻ എന്ന് പറയുന്ന മരുഭൂമിയിലേക്ക്, അരാബയ്ക്ക് തെക്ക് വശത്തുള്ള ഒരു മരുഭൂമിയാണ് പാരാൻ. അവിടേക്ക് ഓടിപ്പോയി അവിടെ ചെന്ന് താമസിക്കുക. മാവോൻ എന്നും ആ സ്ഥലത്തിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ പാരാൻ്റെ സമീപം വേറൊരു കാലേബ് എന്ന് പറയുന്ന, കാലേബിൻ്റെ ഗോത്രത്തിലുള്ള ഒരു ധനികനായ ഒരു മനുഷ്യൻ കർമ്മേലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ സെൻറ്റർ ഏതായിരുന്നെന്നറിയോ? ഹിസ് ബിസിനസ് സെൻറ്റർ വാസ് ഹെബ്രോൺ. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവളുടെ പേര് അബീഗയിൽ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നാബാൽ. നാബാലിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വിക്കഡ് അല്ലെങ്കിൽ ഫൂളിഷ് എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, വൈസ് ആയിരുന്നു. അവളുടെ പേരെന്തായിരുന്നു? അബീഗേൽ. അവളുടെ പേരിൻ്റെ അർത്ഥം ഫാദേഴ്സ് ജോയ് എന്നായിരുന്നു. പിതാവിൻ്റെ സന്തോഷം എന്നായിരുന്നു അബീഗേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവരുടെ വീട്ടിൽ രോമം കത്തിരിക്കുന്ന ഒരു ഉത്സവം വന്നു. അവിടെ നാട്ടിൽ ഇങ്ങനെ ചെമ്മരി ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പം ആ ഫെസ്റ്റിവലിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാവീദ് 10 പേരെ അയക്കുകയാണ് ആരുടെ വീട്ടിലേക്ക്? നാബാലിൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ആ വിരുന്നിന് എന്നെയും എൻ്റെ
സെർവൻസിനെയും കൂടി നീ ക്ഷണിക്കണം, നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും ഓർക്കണം എന്ന് പറയാം. എന്നാൽ ഈ ഫൂളിഷായിട്ടുള്ള നാബാൽ എന്ത് ചെയ്തു? അവരെ കളിയാക്കി. ഓക്കെ, അവരെ എന്ത് ചെയ്തു? കളിയാക്കി. എന്നിട്ട് പറയുക, ബഗേഴ്സിനൊന്നും ഞാൻ വിരുന്ന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ദാവീദ് ഇതറിഞ്ഞിട്ട് ദാവീദിന് ദേഷ്യം വന്നിട്ട് 400 ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോയി? നാബാലിൻ്റെ അടുത്തോട്ട് പോയി. ഈ നാബാൽ ഇങ്ങനെ പറഞ്ഞെന്നപ്പോൾ ആരറിഞ്ഞു? നാബാലിൻ്റെ വൈഫ് ആയ അബിഗയിൽ അറിഞ്ഞു. ദാവീദിൽ നിന്നും അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? ദാവീദും ആൾക്കാരും എല്ലാം കൂടി വന്നിട്ട് നാബാലിനോട് യുദ്ധം ചെയ്യാം, യുദ്ധത്തിൽ ഒത്തിരി നഷ്ടം ഉണ്ടാകുമെന്ന് ബുദ്ധിമതിയായ അബിഗയിലിന് മനസ്സിലായി. അപ്പോൾ അബിഗയിൽ എന്തെടുത്തെന്നറിയോ? നാബാലിനോട് പോലും ഒന്നും ചോദിച്ചില്ല. വേഗം 200 ബ്രെഡ്, 2 skins of wine, 5 sheep already dressed, 5 measures of parched grain, 100 clusters of raisins, and 200 cakes of figs for David and his men. ഇത്രയും സാധനങ്ങൾ ഡേവിഡിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണേ. അങ്ങനെ അവൾ പോകുന്ന വഴിയിൽ ദാവീദിനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? സോറി ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ചെയ്തതിൽ ക്ഷമിക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, നീ നല്ലതായിട്ട് ജീവിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണേന്ന് പറഞ്ഞു. അപ്പം ദാവീദ് എന്ത് പറഞ്ഞു? അവളുടെ ഈ പ്രവൃത്തിയിൽ ദാവീദിന് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ, കാരണം അവൾ അത്ര ബുദ്ധിമതിയായിരുന്നല്ലോ. അപ്പോൾ അവളെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. അബിഗയിൽ പിറ്റേന്ന് ഭർത്താവിൻ്റെ ലഹരി ഇറങ്ങിയ ശേഷം ഈ കാര്യം എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു, നാബാലിനോട് പറഞ്ഞു. അതിന് 10 ദിവസം കഴിഞ്ഞപ്പോൾ യഹോവ അവനെ ബാധിച്ചിട്ട് അവൻ മരിച്ചുപോയി. ആ സമയത്ത് ദാവീദ് അബിഗയിലിനെ ആളയച്ച് വിളിച്ചിട്ട് അവളെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അബിഗയിൽ ഡേവിഡിൻ്റെ വൈഫായി തീർന്നു. അതിനുശേഷം ഇസ്രായേലിൽ നിന്ന് അഹീനോവം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൂടി ഡേവിഡ് ഒരു ഭാര്യയായിട്ട് എടുത്തു. ഓക്കെ, അപ്പം നേരത്തെ ശൗലിൻ്റെ മോളായിരുന്നു ഭാര്യ, പേരെന്തായിരുന്നു? മീഖൾ എന്നായിരുന്നു ശൗലിൻ്റെ മോളുടെ പേര്. അപ്പം ശൗലിന് ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് ശൗൽ എന്ത് ചെയ്തു? തൻ്റെ മോളായിട്ടുള്ള മീഖളിനെ വേറൊരുത്തന് കല്യാണം കഴിച്ച് കൊടുത്തു. ശൗലിന് വീണ്ടും മാപ്പ് നൽകുന്ന ഒരു ദാവീദിനെയാണ് നമുക്കിനി കാണാൻ കഴിയുന്നത്. ഡേവിഡ് സ്പെയർസ് സൗൾസ് ലൈഫ് എഗെയിൻ. 1 സാമുവേൽ 26 ചാപ്റ്ററിലാണ് ഇത് കാണുന്നത്. ദാവീദ് സീഫ് മരുഭൂമിയിലെ ഹക്കീല എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്, ഹിൽ ഓഫ് ഹക്കീല ഇൻ ദ വൈൽഡർനെസ് ഓഫ് സീഫ്, അവിടെ ഉണ്ടെന്നാരറിഞ്ഞു? ശൗൽ അറിഞ്ഞിട്ട് 3000 ആളുകളുമായിട്ട് അങ്ങോട്ട് ചെന്നു. ശൗല് പടജനത്തിൻ്റെ അവരുടെ ആർമിയുടെ ക്യാമ്പിൽ കിടന്നിട്ട് ഉറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കമാൻഡറായിട്ടുണ്ടായിരുന്ന അബ്നേറും കൂട്ടത്തിലുണ്ടായിരുന്നു. ആ അബ്നേർ കൂടെ ഉള്ളപ്പോൾ തന്നെ ഡേവിഡിൻ്റെ സിസ്റ്റർ സെരൂയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററുണ്ട്. 2 സിസ്റ്റേഴ്സാണ് ഡേവിഡിനുള്ളത്. അതിൽ സെരൂയയുടെ മകൻ ആയിട്ടുള്ള അബീഷായിയും കൂട്ടിക്കൊണ്ടാണ് ഡേവിഡ് ശൗലിൻ്റെ പാളയത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ശൗലിൻ്റെ തലയ്ക്കിൽ കുത്തിയിരിക്കുന്ന കുന്തവും അവിടെ വെച്ചിരിക്കുന്ന ജഗ്, വെള്ളം കുടിക്കുന്ന ജഗ് ഉണ്ടല്ലോ, ആ ജഗ്ഗും കൂടി എടുത്തുകൊണ്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് അബ്നേറിനോട് ശൗലിൻ്റെ കുന്തവും ജലപാത്രവും എന്തിയേ, ജഗ്ഗും സ്പിയറും എന്തിയേ എന്ന് വിളിച്ചു ചോദിച്ചു. അങ്ങനെ
ശൗല് പേടിച്ചു പോയി കാണുമല്ലേ, കാരണം തൊട്ടടുത്ത് വന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ല എന്ന് ശൗലിന് മനസ്സിലായി. അങ്ങനെ ദാവീദ് ശൗലിനെ കൊല്ലാൻ ഇനി അവസരം ഉണ്ടായിട്ടും അങ്ങനെ ചെയ്യാതെ ശൗലിനോട് മാപ്പ് കൊടുത്തു. അങ്ങനെ ശൗലിനോട് ദാവീദ് ചെയ്ത ഉപകാരത്തിന് ശൗല് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് മടങ്ങിപ്പോന്നു. എന്തായിരുന്നു? സീഫ് മരുഭൂമിയിലുള്ള ഹക്കീല എന്ന് പറയുന്ന ഹില്ലിൽ ഡേവിഡ് ഒളിച്ചിരിക്കുകയാണെന്ന് ആരറിഞ്ഞു? ശൗൽ അറിഞ്ഞിട്ട് 3000 ആൾക്കാരെയും കൂട്ടി അവിടെ ചെന്നു. അവിടെ തൻ്റെ കമാൻഡറായിട്ടുള്ള അബ്നേർ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ക്യാമ്പിൽ കിടന്നുറങ്ങി. അവിടേക്ക് ഡേവിഡിൻ്റെ സഹോദരിയായ സെറൂയയുടെ മോൻ അബീഷായി ആയിട്ട് ചെന്നു. അദ്ദേഹത്തെ കൊല്ലാമായിരുന്നു, ശൗലിനെ കൊല്ലാമായിരുന്നെങ്കിലും കൊന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ കുന്തവും വെള്ളം കുടിക്കുന്ന ജഗ്ഗും അവിടുന്ന് എടുത്തിട്ട് പോന്നു. അപ്പം അദ്ദേഹത്തെ വീണ്ടും രക്ഷിച്ചതായിട്ട് ശൗലിന് മനസ്സിലാകുകയും അവിടുന്ന് ശൗല് മടങ്ങിപ്പോവുകയും ചെയ്തു. ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് ഉള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ. 1 സാമുവേൽ 27th ചാപ്റ്ററിലാണ് ഇത് കാണുന്നത്. ഡേവിഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഫിലിസ്റ്റീൻസ്. ശൗലിനെ പേടിച്ച് ദാവീദ് 600 ആളുകളുമായി ഫിലിസ്ത്യരുടെ ദേശത്ത് ഗത്ത് രാജാവായ ആഖീഷിൻ്റെ അടുക്കൽ അഭയം തേടി. ആഖീഷ് അവർക്ക് താമസിക്കാനായിട്ടൊരു സ്ഥലം കൊടുത്തു. ആ സ്ഥലത്തിൻ്റെ പേരാണ് സിക്ലാഗ്. ZIKLAG, സിക്ലാഗ്. പിന്നീട് ആ സ്ഥലം യഹൂദന്മാർക്കായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഫെലിസ്ത്യൻസ് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ ഫെലിസ്ത്യർ എന്ത് ചെയ്തു? ആഖീഷിനോട് ചോദിക്കുക, യുദ്ധത്തിന് സഹായം ചോദിച്ചു. അപ്പോൾ ദാവീദിൽ വിശ്വാസം ഉണ്ടായ ആഖീഷ് ദാവീദിനോട് ഹെൽപ്പ് ചോദിച്ചു. എന്നിട്ട് അവനെ ആരാക്കി അവിടുത്തെ മേലധികാരിയെ, അംഗരക്ഷകർക്ക് മേലധികാരിയാക്കി തീർത്തു. എന്നാൽ ഫെലിസ്ത്യർക്ക് ദാവീദിന് അത്ര വിശ്വാസം ഇല്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? പണ്ടവരുടെ ഒരു ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കൊന്ന ആളാണല്ലേ. അതുകൊണ്ട് അവർക്കൊന്നും ദാവീദിന് വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ആഖീഷിനോട് പറയുക ആൾക്കാർ, ദാവീദിനെ തിരിച്ച് മടക്കി അയച്ചേക്കുക, അവനിവിടെ നിർത്തണ്ടെന്ന്. അങ്ങനെ ദാവീദ് സിക്ലാഗിലേക്ക് മടങ്ങിപ്പോയി. അവൻ സിക്ലാഗിൽ മടങ്ങിയെത്തിയപ്പം അമാലേക്കന്മാർ വന്നിട്ട് അവരുടെ ആ നഗരം കൊള്ളയടിച്ച് അവിടുത്തെ സ്ത്രീകളെയും മാടുകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം എന്നാൽ യഹോവ എന്ത് പറഞ്ഞു എന്നറിയാവോ? ഈ അമാലേക്കിനെ പിന്തുടരാനായിട്ട് ഡേവിഡിനോട് പറഞ്ഞു. അങ്ങനെ ഡേവിഡ് അറ്റാക്ക്ഡ് ദം ഫ്രം twilight until the evening of the next day and killed every one of his enemies. അങ്ങനെ ദാവീദ് കൂട്ടരും അവരെ സംഹരിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുപോന്നു. അപ്പം നമ്മൾ എന്താ പഠിച്ചേ? ദാവീദ് ഫെലിസ്ത്യ ദേശത്തേക്ക് പോവുകയാണ്. 600 ആൾക്കാരാണ് ദാവീദിൻ്റെ കൂടെ ഉള്ളത്. അവരെവിടെ ചെന്ന് അഭയം പ്രാപിക്കുന്നു? ഗത്തിലെ രാജാവായ ആഖീഷിൻ്റെ അടുത്ത്. കിങ് ആഖീഷ്. അപ്പം അദ്ദേഹത്തിൻ്റെ അപ്പം ദാവീദിൻ്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? 600 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ആഖീഷ് അവർക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലത്തിൻ്റെ പേരെന്നാണ്? സിക്ലാഗ്. അവിടെ സിക്ലാഗിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫെലിസ്ത്യരും ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടാകാനിടയാകുമ്പം ഫെലിസ്ത്യർ ആഖീഷിനോട് ഹെൽപ്പ് ചോദിക്കുമ്പം ആഖീഷ് ദാവീദിൽ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ.
അപ്പം അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ അവിടുത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ദാവീദിനെ വിശ്വാസം ഇല്ലായിരുന്നു. അങ്ങനെ ദാവീദിനെ തിരിച്ചു വിടണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ദാവീദിനെ രാജാവിനെ കൊണ്ട് സിക്ലാഗിലേക്ക് തിരിച്ചു വിടിയിപ്പിച്ചു. ആ സമയത്ത് അമാലേക്യർ വന്നിട്ട് എന്ത് ചെയ്തു? ഇവരോട് യുദ്ധം ചെയ്ത് ഇവരെ ഒരുപാട് കഷ്ടത്തിലാക്കി, ഇവരുടെ ആടുമാടുകളും സ്ത്രീകളെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് സാധനം എല്ലാം പിടിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് അമാലേക്കിനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ദാവീദിന് ദൈവം ശക്തി കൊടുത്തിട്ട് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ദാവീദ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു.